ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നടന്ന ഒരു എക്സിബിഷനാണ്. ആ എക്സിബിഷനിൽ തിരുവിതാംകൂറിൻ്റെ കുറച്ച് നാണയങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാണയങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, ഒരുപാട് നാണയങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ. സാധാരണ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ ഹാഫ് റുപ്പി, 1 റുപ്പി അങ്ങനെ എല്ലാം തിരിച്ച് ഇതാ ഇവിടെ മുതൽ നമ്മൾ തുടങ്ങുകയാണ്. ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ ഗോൾഡ് കോയിൻ ആണ് ഇരിക്കുന്നത്. അത് ഓരോ 2 പഗോഡ, 1 പഗോഡ അങ്ങനെയുള്ള ഓരോ വെറൈറ്റിയാണ്. തുലാഭാര കോയിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു നാണയമാണ്. തുലാഭാരം തൂക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. 2 പഗോഡ, 1 പഗോഡ, ക്വാർട്ടർ പഗോഡ അങ്ങനെ തുടങ്ങി. ഇവിടെ മുതൽ നമ്മുടെ ഹാഫ് റുപ്പിയാണ് 1889, 1086, 1087, 1103. 1103ൻ്റെയൊക്കെ ഹാഫ് റുപ്പി നല്ല കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ റേറ്റ് ആണ്. 1 ലാക്ക് അടുപ്പിച്ച് റേറ്റ് വരുന്നതാണ് 1103 എന്നൊക്കെ പറയുന്ന നാണയങ്ങൾ. ഇവിടെ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് ഹാഫ് റുപ്പി ഒരേ ലെവലിൽ ഹാഫ് റുപ്പി വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ അതേ ഡേറ്റ് വരുന്ന ക്വാർട്ടർ റുപ്പീസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ അതേ സെയിം ഡേറ്റ് വരുന്ന പണങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗോൾഡ് നാണയങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഡീറ്റെയിൽ ഉൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നാണയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ വളരെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ നോ ഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വിത്ത് ഡേറ്റ് 1114 വരുന്ന വിത്ത് ഡേറ്റ് ഉണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് നാണയങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരച്ചക്രം, ക്വാർട്ടർ റുപ്പി, അതുപോലെ തന്നെ BRVയുടെ 4 ക്യാഷ്, അതുപോലെ തന്നെ 8 ക്യാഷ്, RVയുടെ 4 ക്യാഷ്, 8 ക്യാഷ്, RVയുടെ ക്യാഷ് 4, ക്യാഷ് 8 അങ്ങനെ തുടങ്ങി നല്ലൊരു സെക്ഷൻ തന്നെ അവരവിടെ ഒരു നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരുവിതാംകൂറിനോട് താല്പര്യമുള്ളവരൊക്കെ ഇതുപോലുള്ള എക്സിബിഷൻ നടക്കുന്നപ്പോൾ തീർച്ചയായിട്ടും പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ലൈറ്റും ഒക്കെ നമുക്ക് വീഡിയോയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ നേരിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നാണയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരുപാട് നാണയങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ബുക്ക് കൂടെ വാങ്ങിച്ച് റെഫർ ചെയ്യുവാണെങ്കിൽ കളക്ട് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഒരു ബുക്ക് വാങ്ങിച്ച് റെഫർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാകത്തില്ല. അപ്പോൾ അവർക്ക് നാണയങ്ങൾ കണ്ടാൽ തിരിച്ചറിയാനും അല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണെന്നറിയാനും അതിൻ്റെ വെയിറ്റ് അറിയാനും, ഒരേ നാണയം തന്നെ വെയിറ്റ് ഉള്ളതും വെയിറ്റ് കുറഞ്ഞതും കാണും, തിക്നെസ് കൂടിയതും തിക്നെസ് കുറഞ്ഞതും കാണും. അങ്ങനെ തിരുവിതാംകൂറിൻ്റെ ഒരുപാട് വെറൈറ്റി നാണയങ്ങളാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അനന്തശയനം ലെഫ്റ്റ് സൈഡിലോട്ടുള്ളതും റൈറ്റ് സൈഡിലോട്ടുള്ളതും അതിൻ്റെ പ്രത്യേകതകൾ, വെയിറ്റുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ഡീറ്റെയിൽ അടങ്ങുന്ന ബുക്കുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കും. അപ്പോൾ ഇത് തിരുവിതാംകൂറിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ്. ചെറിയ നാണയങ്ങളാണെന്നും ചെറിയ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നതെന്നും 2 ബോക്സിനകത്ത് ഉള്ളതെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ലക്ഷങ്ങൾ വിലയുള്ള നാണയങ്ങൾ തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് ഏതൊരു സാധാരണക്കാരന് വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തിരുവിതാംകൂർ നാണയങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നാണയങ്ങളും സ്റ്റാമ്പുകളും കറൻസികളും ഒക്കെ കളക്ട് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു. സേതു.